യൂത്ത് കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി കെ.സി. വേണുഗോപാൽ. നേതൃത്വം ഭംഗിയായതുകൊണ്ട് കാര്യമില്ല, അടിത്തറ ശക്തമാക്കണം. അടിത്തറയിൽ ആശങ്കയുണ്ടെന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. അടിത്തറ ശക്തമാക്കിയില്ലെങ്കിൽ മുകളിലുള്ള ഭംഗി കുത്തിനെ താഴേക്ക് പോകുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ബൂത്ത് കമ്മിറ്റികൾ ഇല്ലാത്ത യൂത്ത് കോൺഗ്രസ് ബൂത്തല്ല വാർഡ് ഒരാഴ്ച നിങ്ങളുടെ ഇഷ്ടത്തിന് മണ്ഡലം കമ്മിറ്റികളില്ലാത്ത മേഖലകളിൽ അവിടെയൊക്കെ കൊള്ളാവുന്നവരെ വെക്കാനുള്ള ഉത്തരവാദിത്തം ഈ വരുന്ന 2 മാസത്തിനകം അതായിരിക്കണം ഏറ്റവും വലിയ അജണ്ട. താഴേത്തട്ടിൽ പ്രവർത്തകരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള അജണ്ടയാണ്. മുകളിലെല്ലാം ഭംഗിയാണ് എന്ന് പറഞ്ഞ് താഴെയൊന്നും ഇല്ലാതിരുന്നാൽ ഈ മുകളിലുള്ള ഭംഗി പെട്ടെന്ന് താഴേക്ക് ഇടിഞ്ഞു വീഴുമെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അടിത്തറ ഭദ്രമാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിൻ്റെ അടിത്തറയുടെ കാര്യത്തിൽ അല്പം ആശങ്കാവുന്നതായിട്ടാണ് ഞാൻ പറയുന്നത്. ശരത് എസ് വിശദാംശങ്ങളുമായി. ശരത്, കൃത്യമായ തന്നെ വിമർശനം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ.സി. വേണുഗോപാൽ ഉയർത്തുകയാണ്. മുകളിലുള്ള ഭംഗി താഴെ വേണം എന്ന് പറയുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊരു ധ്വനി കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. വിനീത, അത് തന്നെയാണ്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് ഇന്നാണ് ആലപ്പുഴയിൽ ആരംഭിച്ചത്. കെ.സി. വേണുഗോപാൽ എം.പി ആയിരുന്നു ഈ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഈ പ്രസംഗത്തിലാണ് നേതൃത്വത്തിനെതിരെ ഇത്തരത്തിലൊരു പരോക്ഷ വിമർശനവുമായി കെ.സി. വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നേതൃത്വം ഭംഗിയായതുകൊണ്ട് കാര്യമില്ല, അടിത്തറ ശക്തമാകണം, ഇല്ലെങ്കിൽ മുകളിലുള്ള ഭംഗി കുത്തനെ താഴേക്ക് പോകുമെന്നുള്ളതായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രസംഗത്തിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെച്ചത്. ഒപ്പം അടിത്തറ ശക്തമാക്കിയേ മുന്നോട്ട് പോകാൻ കഴിയൂവെന്നും കെ.സി. വേണുഗോപാൽ പറയുന്നു. ഒപ്പം നിലവിലുള്ള അടിത്തറയിൽ ആശങ്കയുണ്ട് എന്നുള്ളത്, ആ രീതിയിൽ നിലവിലെ നേതൃത്വം രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വേദിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പരോക്ഷ വിമർശനം കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ജനപിന്തുണയുള്ളവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥിത്വം ഉണ്ടാവും. ആ രീതിയിൽ സ്ഥാനാർത്ഥികളായി യൂത്ത് കോൺഗ്രസ് പലരെ ഉന്നയിക്കുകയാണെങ്കിൽ പോലും ഈ ജനപിന്തുണ കൂടി പരിഗണിച്ചാൽ മാത്രമേ അത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഒപ്പം ഈ രീതിയിൽ നേതൃത്വത്തിനെയും ഒപ്പം അടിത്തറ ശക്തമാകാത്തതിനെയും ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഈ പ്രസംഗത്തിൽ ഇക്കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞു വെക്കുന്നത്. ശരത്താണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.